Hey guys, എല്ലാവർക്കും ടെക്നോളജിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, നിങ്ങൾ ആദ്യമേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. അതായത് എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് പസിൽ രൂപത്തിൽ എഡിറ്റ് ചെയ്ത് അതിന് മ്യൂസിക് ഒക്കെ വെച്ചുകൊണ്ടുള്ള അടിപൊളിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ. അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ വാട്സപ്പ് സ്റ്റാറ്റസായി അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടാകും എങ്ങനെയായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അതിനുള്ള മറുപടി നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതും അതാണ്, എങ്ങനെ ഇത്തരത്തിലുള്ള പസിൽ ടൈപ്പ് വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല കിടിലൻ എഫക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഗൈസ്, ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. സോ ഏതാണ് ആപ്ലിക്കേഷൻ എന്നും എങ്ങനെ അത് ഡൗൺലോഡ് ചെയ്യുമെന്നും അറിയുന്നതിനായി വീഡിയോ പൂർണ്ണമായും കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപായി ഒരു കാര്യം, ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യമേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൈൻ ഇൻ ചെയ്യുവാൻ ആവശ്യപ്പെടും. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുള്ളതാണ്. ജിമെയിൽ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ പലരും ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണുവാനാകും. നമ്മുടെ പ്രൊഫൈൽ ഐക്കണും ഇവിടെയുണ്ട്. ഇനി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ വലതുഭാഗത്തായി മുകളിൽ കാണുന്ന വീഡിയോ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. അതായത് നമ്മുടെ ക്യാമറ ഓപ്പണായി വരും. താഴെയായി വീഡിയോ, ഫോട്ടോ, MV എന്ന് പറഞ്ഞ് 3 ഭാഗമുണ്ട്. നിങ്ങൾ ഇതിൽ MV എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏറ്റവും താഴെ ഇടതുഭാഗത്തായി ഒരു വീഡിയോയുടെ പോലെയുള്ള ഐക്കൺ കാണുവാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം എഫക്റ്റുകളൊക്കെ കാണാവുന്നതാണ്. അതിൽ മൂന്നാമതായി കാണുന്ന ഈ ഒരു എഫക്റ്റാണ് എല്ലാവരും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടുന്ന, ഫോട്ടോ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തിടുന്ന പസിൽ ടൈപ്പ് വീഡിയോ. ഓക്കെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ബാക്ക് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എന്ന ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ താഴെയായി ഈ ഒരു ഐക്കൺ, പ്ലസ് ഐക്കൺ കാണുവാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗാലറി ഇതുപോലെ ഓപ്പണായി വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോയാണോ ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഡയറക്റ്റായി ഇതുപോലെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത ശേഷം ഈ ടിക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നീട് ഇതുപോലെ തന്നെയായിരിക്കും കാണുവാൻ സാധിക്കുന്നത്. താഴെ ആ ഫോട്ടോ വന്നിട്ടുണ്ടാകും. ഇനി ഇത് നിങ്ങൾക്ക് ഇതിലേക്കുള്ള മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായി ഒരു മ്യൂസിക് ഉണ്ടാകും. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് മ്യൂസിക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു മ്യൂസിക് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലോക്കൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള ഓഡിയോ അല്ലെങ്കിൽ MP3 സോങ്ങുകളൊക്കെ അവിടെ കാണാവുന്നതാണ്. അതും വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി ബാക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഒന്നുകിൽ എക്സ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഞാൻ പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് സമയമെടുക്കും ലോഡാവാൻ. ഞാനിത് സ്പീഡ് ചെയ്തതാണ്. ഗൈസ്, കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി ഇത്തരത്തിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള പല വീഡിയോസും, നേരത്തെ കാണിച്ച എഫക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പല ടൈപ്പ് വീഡിയോസും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, ഇനി എക്സ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റായി ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്കും സേവ് ചെയ്യപ്പെടും. അതായത് ഈ സേവ് ടു ലോക്കൽ എന്ന ഭാഗത്തൊന്ന് ടിക്ക് ചെയ്താൽ മതി. ഇത് ടിക്ടോക്ക് പോലെയുള്ള ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റായി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പോസ്റ്റ് ചെയ്യേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രാഫ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇവിടെ കാണുന്ന ഈ ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഇത് സേവ് ആവുന്നതായിരിക്കും. പിന്നീട് നമുക്കിത് വാട്സപ്പ് സ്റ്റാറ്റസായി അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ ഷെയർ ചെയ്യാവുന്നതുമാണ്. ഫോണിലെ മെമ്മറി കാർഡിൽ അല്ലെങ്കിൽ ഇൻ്റർണൽ സ്റ്റോറേജിൽ മൂവീസ് എന്ന ഫോൾഡറിലായിരിക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ സേവ് ആവുന്നത്. ഗൈസ്, ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനായി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ ഒരു വെബ് പേജിലേക്ക് പോകും. അവിടെ ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ എന്നൊരു ബോക്സ് ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഏറ്റവും മുകളിലായി സ്കിപ്പ് ആഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റായി നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ടെക് വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.